ഒരു പഞ്ചാബി സ്റ്റൈലിൽ കഴിക്കാൻ വേണ്ടി ഇരുന്നതാ. ഇനി എണ്ണിക്കണമെങ്കിൽ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇറ്റ്സ് മീ കിരൺ. സോ നമ്മ ഇപ്പൊ ഉള്ളത് ഒരു വെറൈറ്റി സ്ഥലത്താണ്, ഒരു പഞ്ചാബി തവേലാണ് ആക്ച്വലി. ഇത് വരുന്നത് നമ്മുടെ തേവരയിലാണ്. തേവര് നമ്മുടെ ഒരു ആക്ച്വലി നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ആണ്. അപ്പോ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു വെറൈറ്റി ഫുഡൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനും അവരുടെ ടേസ്റ്റും റിവ്യൂ എല്ലാം തരാൻ വേണ്ടിയാണ്, എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതെ. സോ നമ്മളുള്ളത് ടേസ്റ്റ് ഓഫ് പഞ്ചാബ് എന്നുള്ള ഒരു റെസ്റ്റോറന്റ് ആണ്. ആക്ച്വലി ഇവര് സ്റ്റാർട്ട് ചെയ്തത് ജസ്റ്റ് ടേക്ക് അവേ എന്നുള്ള രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇവരുടെ ഫുഡ് ഇഷ്ടപ്പെട്ട് നല്ല രീതിയിലായതുകൊണ്ട് ഇവിടുത്തെ കസ്റ്റമേഴ്സ് തന്നെ സജസ്റ്റ് ചെയ്ത് ഇവിടെ ഒരു ഫുഡ് ഏരിയ, കഴിക്കാനുള്ള ഒരു ഏരിയ, ഡൈനിങ് ഏരിയ കൂടെ, അതെ, അങ്ങനെയാണ് ഇതും കൂടെ സ്റ്റാർട്ട് ചെയ്തത്. സോ എന്താ, ഒരാൾക്ക് ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇതാണോ സ്റ്റൈല് നമ്മൾ വരുമ്പോൾ ഇരിക്കുന്നത്? അല്ലാതെ ഡൈനിങ് ഉണ്ട് കേട്ടോ, നമുക്ക് ഇതല്ലാതെ വേറെ ഓപ്ഷനും ഉണ്ട്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചെറിയ റൊട്ടിയാണല്ലോ അല്ലേ? സോ നമുക്കിത് സ്റ്റാർട്ടറാണ്. സ്റ്റാർട്ടറിൽ തന്തൂരി ചിക്കനാണ് നമുക്ക് ഓർഡർ ചെയ്തേക്കണത്. സോ തന്തൂരി ചിക്കൻ ആക്ച്വലി ഞാൻ വിചാരിച്ച് ജസ്റ്റ് തന്തൂരി ചിക്കൻ മാത്രമുള്ളതെന്ന് ഓർത്തു. പക്ഷെ അതൊരു വലിയൊരു റൊട്ടിയിലാണ് നമുക്ക് തന്നേക്കുന്നത് കേട്ടോ. ഒരു നല്ല അടിപൊളി പ്രസന്റേഷനിലാണ് നമുക്ക് തന്നേക്കുന്നത്. ഒരു കിഴി പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ സൈഡായിട്ട് ഒരു ചട്നി ഉണ്ട്, പിന്നെ ഒരു ഓണിയൻ സലാഡും തന്നിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടർ. നമുക്ക് സ്റ്റാർട്ടർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം. സോ ഇതെന്താ തന്നെ പറയണത്? ആക്ച്വലി ലച്ച പൊറോട്ട. ആക്ച്വലി ഈ ചിക്കനൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ ആയിട്ട് വരുന്ന ചിക്കനാണ്. വേറൊന്നുമല്ല, സ്മാഷ്ഡ് ചിക്കൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഞങ്ങള് സ്മാഷ് ചിക്കൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്ന രീതിയാണ്, പക്ഷെ ഇതിന്റെ യഥാർത്ഥ പേര് വേറെയാണ് കേട്ടോ. ഇത് അതെ, ഇത് ആക്ച്വലി ഇത് സ്റ്റാർട്ടറും ഇത് സൈഡ് ഡിഷ്, മെയിൻ ഡിഷാണ്. അതിന്റെ സൈഡും പിന്നെ ഇത് പൊറോട്ട. ഇത് വീറ്റാണ്. നമുക്ക് ഇവിടെ മൈദയുടെ ഒരു സാധനം അവൈലബിൾ അല്ല, എല്ലാം വീറ്റിൽ മാത്രമേ നമുക്ക് കൊടുക്കുള്ളൂ. ഇതിന്റെ പേര് ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, ചിക്കൻ ബർത്ത. ആക്ച്വലി ബർത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നൊരു പറഞ്ഞായിരുന്നു, ഒരു ബംഗാളിലെ ഒരു ഡിഷ് ഉള്ള എന്തോ സംഭവമാണ്. അതൊക്കെ ഞങ്ങൾ പിന്നീട് ചോദിച്ചിട്ട് പറയാം. ഞങ്ങൾ അത് തിന്ന് കാണിക്കട്ടെ. ഒരു കൊട്ടയിലാണ് കേട്ടോ നമുക്ക് തന്നേക്കണം. അതെ, മൊറം. അതെ. പിന്നെ എനിക്ക് റൈസ് ഇല്ലാതെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് എനിക്ക് മട്ടർ റൈസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെ, മട്ടർ റൈസ്, ഗ്രീൻ പീസ് റൈസ് എന്ന് പറയും മലയാളത്തിൽ. നമുക്കപ്പോൾ സൈഡ് വെച്ച് തന്നെ തുടങ്ങാം. ഓപ്ഷൻ ഇല്ല. ഇത് ഹാഫ് ചിക്കൻ ആണല്ലേ? ഒന്ന് ടേസ്റ്റ് നോക്കിയാൽ എങ്ങനെ ഉണ്ടെന്ന്. അതാണ് കഴിക്കാൻ പറ്റുള്ളൂ അല്ലേ? കഴിക്കണമെന്നുണ്ട്, കഴിക്കാനും പറ്റുള്ളൂ. എനിക്ക് വായിത്തരോടാ, എനിക്ക് വായിന്നുള്ള മണി. കഴിച്ചിട്ട് പറയാം ഞാന്. കിരുമോനെ, ഓയിൽലെസ് ഫുഡ് അല്ലേ? ആക്ച്വലി ഞാൻ എവിടെ ചെന്നാലും എനിക്ക് ഫേവറേറ്റ് ഉള്ള സാധനം ലെഗ് പീസും പിന്നെ വിങ്സും. കാരണം എനിക്ക് ലെഗ് പീസ് കിട്ടി, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മസ്റ്റായാണ്, നല്ലോണം കഴിക്കാൻ പറ്റിയ സ്ഥലമുണ്ടോ? സോ നമുക്ക് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നാണ് ഈ 3 ഐറ്റംസ്. ഇത് മസ്റ്റേർഡ്, ഇത് പിക്കിളും എല്ലാം കൂടി മിക്സ്. പിക്കിളാണ്, സോറി,
മാംഗോ ലെമൺ പിക്കിൾ, ചില്ലി, മാംഗോ, മാംഗോ ഉണ്ട്, ലെമൺ എല്ലാം കൂടെ ഉള്ള പിക്കിള്. ഡേറ്റ്സും ചില്ലി ഫ്ലേക്സ്, ആപ്രിക്കോട്ട് എല്ലാം കൊണ്ടുള്ള ഒരു ചട്നി. അങ്ങനെയും പറയാം. ഇത് മെയിൻലി യൂസ് ചെയ്യുന്ന നമ്മുടെ ബട്ടൂരയുടെ കൂടെ, മറ്റേ എന്തുവാ ചോള ബട്ടൂരയുടെ കൂടെ കഴിക്കാനുള്ള, മീൻസ് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അവരുടെ രീതിയിൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്നതാണ് മസ്റ്റേർഡ് വെച്ചിട്ട്. പക്ഷെ എല്ലാം നല്ല യമ്മി ആട്ടോ. ഞാൻ ഇത് ടേസ്റ്റ് ഇല്ല, ലെറ്റ് മീ ടേസ്റ്റ്. ഇതിലെന്റെ ഫേവറേറ്റ് ഇത് ബിക്കോസ് ഞാൻ എപ്പോഴും മേടിക്കണം. സോ നമുക്ക് നെക്സ്റ്റ് ട്രൈ ചെയ്യാമല്ലോ. ഇതാദ്യം ട്രൈ ചെയ്യാം. എന്ത് റൊട്ടി എന്നാ പറഞ്ഞത്? എന്റെ പേര് പറഞ്ഞു, പേര് നമുക്ക് പിന്നെ ഇട്ടേക്കാം അല്ലേ? പേര് നമുക്ക് ആക്ച്വലി ഇതെല്ലാം ഗോതമ്പാട്ടോ. സ്റ്റാർട്ടറിന്റെ കൂടെ ഉണ്ടായിരുന്നത് റുമാലിയാണ്, ബട്ട് അത് ഗോതമ്പാണ്, മൈദയല്ല. അത് കിടു, ഞാനത് ഫുള്ളും തിന്നിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. മൈദയല്ല, അത് ആ തന്തൂരിയുടെ ക്രീമില് നല്ല ഫ്ലേവേർഡ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട്. ഇത് മുട്ട പുഴുങ്ങിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ഉണ്ണിയോ എടുക്കരുത് കേട്ടോ വോൾട്ട, അതെന്റെയാണേ. ചിക്കൻ സ്മാഷ് ചെയ്തിട്ട് അങ്ങനെ ഇടണ്ടോ? ബോൺലെസ് ചിക്കൻ സ്മാഷ് ചെയ്തിട്ട് എനിക്ക് കഴിക്കാൻ അങ്ങനെ നല്ല കോമ്പിനേഷൻ. ഇത് ശരിക്കും പറഞ്ഞ സജഷനിൽ കോമ്പിനേഷൻ ഉണ്ടല്ലോ. ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ ആദ്യമായിട്ട് കഴിക്കണേണ്. ബട്ടർ ചിക്കൻ എടുക്കാൻ കോമ്പിനേഷൻ പറഞ്ഞോണ്ട് ഞാൻ കഴിച്ചു. ആക്ച്വലി ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ അതൊരു വെറും വേസ്റ്റ് ആയി പോകും. മസ്റ്റ് ട്രൈ ആണ്. അത് സ്പൈസി അല്ല, ഓയിലി അല്ല, ആർക്കും കഴിക്കാന്നുള്ളൊരു രീതിയിലാണ്. അതെ, എനിക്കൊന്ന് വേറെ റെസ്റ്റോറന്റ്, പല റെസ്റ്റോറന്റ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇത്ര ഒരു നല്ലൊരു രീതിയിൽ ഞാൻ കഴിച്ചിട്ടില്ല. ശരിക്കും യമ്മി കേട്ടോ. നമുക്കിതൊന്ന് മസ്റ്ററിൽ ചുമ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടാണ്. ഇടയ്ക്ക് മസ്റ്റേർഡ് നമുക്ക് അന്നേരം ഇനി അടുത്ത ഓർഡർ കഴിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാന്നേ. നമുക്ക് നെക്സ്റ്റ് ട്രൈ വേറെ എന്തെങ്കിലും ഇനി അടുത്ത ഭാഷ ആക്കുന്നതായിരിക്കും. Anyway, it's very tasty. Super. ഈ സലാഡ് ഇല്ലേ, ഐ മീൻ ഓണിയൻ, സൂപ്പർ ടേസ്റ്റ് ആട്ടോ. നമ്മൾ കണ്ടോ, ഇത് സ്പൈസി ആണ്. ഇറ്റ്സ് നോട്ട് സ്പൈസി അല്ല, നല്ല സ്വീറ്റ് ആണ്. സ്വീറ്റ് എന്നാ ഒന്നുമില്ല, ജസ്റ്റ് വിനാഗർ, ചില്ലി പൗഡർ, സോൾട്ട്, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല സ്വീറ്റ് ആയിട്ട് അത് ഓരോരുത്തരെ കൈക്കൊണ്ടി എന്നൂടെ പറയും അല്ലേ. എൻജോയ് ചെയ്ത് കഴിക്കാറ് ഇവിടെ വരെ. ശരിക്കും പറഞ്ഞ കാലത്ത് വന്നിട്ട് വൈകിട്ട് വേണം നല്ലതെന്ന് തോന്നുന്നു. എല്ലാം എന്നും ടെസ്റ്റ് ചെയ്യണം, പക്ഷേ വയറില്ല. ഇനി കാര്യം കഴിക്കില്ല, എന്നാലും നമുക്ക് കൂടുതൽ കഴിക്കാൻ പറ്റുള്ളൂ. സോ ഞാനിപ്പോ കഴിക്കാൻ പോണത് നേരത്തെ പറഞ്ഞ ആ സ്മാഷ്ഡ് ചിക്കന്റെ സാധനം, പേര് ഞാൻ പിന്നീട് പറഞ്ഞാൽ എനിക്കറിയാൻ പോയതാ സത്യത്തിൽ. പിന്നെ പ്ലസ് മട്ടൺ റൈസ്. ആക്ച്വലി ഇത് രണ്ടിന്റെയും കോമ്പിനേഷൻ ഇതല്ല. പുലാവാണ്, ഗ്രീൻ പീസ് പുലാവാണ്. പക്ഷെ ഇത് രണ്ടിനും കോമ്പിനേഷൻ അല്ല. കോമ്പിനേഷൻ എപ്പോഴും പറാട്ടയിൽ വെച്ചിട്ടാണ്. ബട്ട് ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്താ ടേസ്റ്റ് എന്ന് പറയാൻ. മട്ടൺ റൈസും ഗ്രീൻ പീസും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗ്രീൻ പീസ് ആണ്. നല്ല ഇവണൊരു എവിടുന്ന കൊണ്ടുപോകാന്ന് എനിക്ക് അറിയില്ല, എവിടെ കിട്ടുന്നില്ല. സാധാരണ ഞാൻ ഗ്രീൻ പീസ് കഴിച്ചിട്ട് ഈ ഒരു ഫ്ലേവർ കിട്ടിയിട്ടില്ല. പിന്നെ ചിക്കൻ നോക്കാം. നമ്മൾ മേടിക്കുന്ന ഫ്രോസൺ ആണ്, ഇവര് മറ്റേ മേടിച്ചിട്ട് എടുക്കണമല്ല, അതുകൊണ്ടായിരിക്കും. നല്ല ചിക്കൻ, നല്ല ഫ്ലേവർ, നല്ല സോഫ്റ്റ് ആയിട്ടേക്കാണ്. വായിൽ വെച്ച് തന്നെ അലുത്തുപോയി. കിനു ആ മസ്റ്റേർഡും ആ ഇതും കൂടെ ഒന്ന് കോമ്പിനേഷൻ ജസ്റ്റ് ഓക്കെ. സ്പൂൺ എടുക്കണം, നീ വഹിച്ചെടുത്താൽ കുഴപ്പമില്ല. ടേസ്റ്റ് ഇറ്റ്, ടേസ്റ്റ് വിത്ത് ദാറ്റ് പിക്കിൾ. അതല്ല, നമ്മളെ ഫ്രൈഡ് റൈസിൽ മറ്റേ വിനാഗിരിട്ട് കഴിക്കുമോ, അതൊന്നും ഒന്നുമല്ല. ഇത് അതിനേക്കാളും മേലെയാണ്. സോ യമ്മി. എന്റെ അത് വാങ്ങുന്നില്ല, ഇതെല്ലാം പച്ചവളമാക്കി തന്നിട്ട് എല്ലാം തിന്ന് തീർത്തല്ലേ. ഞാൻ ആദ്യമേ നാരങ്ങ കിടന്ന് വൈകിട്ട് കഴിഞ്ഞു. എനിക്കൊന്നും പറയാനില്ല, ഞാൻ കഴിച്ചോളാട്ടോ. നല്ല ഫ്ലേവർ, നല്ല ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ. എനിക്ക് ഒരു രക്ഷയില്ല. ഓക്കെ മോൾട്ടാ, ഞാൻ കഴിക്കാൻ വേണേ. കിരൺ കാണിച്ചു വെച്ചേക്കുന്ന
എല്ലിന്റെ ഇതാണ് പോർഷനാണ് ഇങ്ങനെ. കഷ്ടം ഇങ്ങനെ കഴിച്ചതാണ്. ലാസ്റ്റ് പാമ്പിനെ ഇരവിഴുങ്ങിയ പോലെ ഇരിക്കണത്. അങ്ങനെ പാമ്പ് ഇരവിഴുങ്ങിയ പോലെ, പാമ്പിനെ അല്ല പാമ്പ് ഇരവിഴുങ്ങിയ പോലെ ഇരിപ്പ്. ഇതെല്ലാം പാർസൽ ചെയ്യാൻ ഞങ്ങൾ ക്ഷീണിച്ചു പോയി കഴിച്ച് പരാജയപ്പെട്ടു. എന്നിട്ട് ഏതാണ്ടൊക്കെ ഓർഡർ ചെയ്യണമെന്നാണ് പറയുന്നത്. അതെ, ഞങ്ങള് കാണോടൊന്നല്ല, തീറ്റപ്പെട്ടരങ്ങളൊന്നും അല്ല കേട്ടോ. ഞാൻ ആകെ കഴിച്ചിട്ട് അതിന്റെ ഒരു ഹാഫ് ഇത് നോക്കി ഇത് ഇത്ര കഴിച്ചത്. പക്ഷെ ടേസ്റ്റ് ഇല്ലാത്തോണ്ടൊന്നും അല്ല കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. കഴിക്കുന്നവർക്ക് കൊള്ളാം, കഴിക്കാത്തവർക്ക് ഇതേപോലെ പാർസൽ ചെയ്യേണ്ടി വരും. എന്നുവെച്ചാൽ നല്ല ടേസ്റ്റുണ്ട്. പക്ഷെ എന്താ പറയാ, പട്ടിണി കിടന്നിട്ട് ഒന്ന് കഴിക്കേണ്ട അവർക്ക് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അതാണ് മെയിൻ. നല്ല ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് സെർവ് ചെയ്യുന്നത് കേട്ടോ. ചിക്കനൊക്കെ സ്മാഷ് തമ്മിൽ നല്ല ക്വാണ്ടിറ്റിയിലാണ് ചിക്കനൊക്കെ ഇരിക്കുന്നത്. എനിക്കൊന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉണ്ടോ, അതില്ല കോസ്റ്റ് ഇല്ല. ഇത് ആക്ച്വലി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൂടിയാണ്. നമ്മൾ ശരിക്കിപ്പം ഈ ദാബ എന്ന സബ്ദാച്ചി ദാബ അപ്പൊ അവിടേക്ക് ഇപ്പം കുറച്ചുകൂടെ കോസ്റ്റ് ആവുന്നതാണ് ഇഷ്ടം. ഞാനിതുവരെ അവിടെയും ട്രൈ ചെയ്തിട്ടില്ല. സോ കേട്ടിട്ടുള്ള എനിക്കറിയില്ല അത്ര കോസ്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ആർക്ക് പഞ്ചാബി കുറച്ച് ട്രൈ ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. ഇറ്റ്സ് വെരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ഗുലാബ് ജാം, നല്ല ചൂട് ഗുലാബ് ജാം ഇപ്പൊ ഓർഡർ ചെയ്തപ്പം ഉണ്ടാക്കിയതാട്ടോ. ഇവിടെ നേരത്തെ സെറ്റ് ചെയ്തൊന്നും വെക്കില്ല, നമ്മൾ ഓർഡർ ചെയ്യുന്നതനുസരിച്ചാണ്, ഫ്രഷ് ആയിട്ടാണ് നമുക്ക് ഉണ്ടാക്കി തരുന്നത് കേട്ടോ. നമുക്ക് കഴിച്ചു നോക്കാം. ആക്ച്വലി ഞാൻ ലസ്സി കഴിക്കാന്നില്ല, പക്ഷെ ഷെയറുടെ കാര്യമില്ലാത്തതുകൊണ്ട് ഗുലാബ് ജാമിലേക്ക് പോയി. പിന്നെ വേണ്ടല്ല, എനിക്ക് വേണം. നീ കഴിച്ചിട്ട് എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്യാണ്ട്. ഞാനിന്ന് ഓഫ് ആയിക്കോട്ടെ, ഞാൻ ഒന്ന് ഇത്തിരി ടേസ്റ്റ് ചെയ്യാം കേട്ടോ. സോ അപ്പോൾ ഫുഡ് റിവ്യൂ അല്ലേ? അതെ, ഫുഡിനെ പറ്റി നമുക്ക് റിവ്യൂ ആണ് ഇപ്പോഴത്തെ. ആക്ച്വലി ഫുഡ് കിഡ് ഫുഡായിരുന്നു. ആക്ച്വലി എപ്പോഴും പറഞ്ഞ പോലെയാണല്ലോ കേട്ടോ. ആക്ച്വലി നല്ല ടേസ്റ്റ് ഫുഡായിരുന്നു. അതെ, ചീത്തയാണെങ്കിൽ ചീത്തയെന്നും പറയും, ചീത്തയാണെങ്കിൽ ചീത്തയെന്നും പറയും, നല്ലതാണെന്നും പറയും. ഇടയ്ക്ക് വെള്ളി പറഞ്ഞുണ്ട്. സോ ഫുഡ് കഴിച്ചിട്ട് ഇപ്പൊ എന്റെ ഫീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെവി ഫീൽ ഇല്ല, വയറിറങ്ങിയിട്ടുണ്ട്. അത്രയും എനിക്ക് ഭയങ്കര സ്പൈസി ആയിട്ടും ഇല്ല, നല്ല ആശ്വാസമുണ്ട്. നമുക്ക് നോർമൽ ഒരു സ്പൈസി വേണ്ടാത്തവർക്ക് കഴിക്കാൻ പറ്റിയാണ്. സ്പൈസി ആയിട്ടുള്ളത് ഞാൻ സ്പൈസി വേണ്ട, എരിച്ചില് അങ്ങനത്തെ സാധനമൊന്നും ഇല്ല. ആക്ച്വലി ഇവരുടെ ഓയില് നമുക്ക് മസ്റ്റർഡ് ഓയിലും അങ്ങനത്തെ, പിന്നെ അതിനുള്ള ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഇതും തരുന്നുണ്ട്. അപ്പൊ ആ ഒരു ടേസ്റ്റ് ഒക്കെ കൂടി ആയപ്പോഴത്തേക്ക് നല്ലൊരു ഫീല്. സോ നമ്മൾ കഴിച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ എനിക്കൊക്കെ ചില സമയത്ത് ചില ഫുഡ്സ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിടിക്കില്ല, അതെന്തോ എരിച്ചില്ല എന്തൊക്കെയോ പോലെ. ഇതിപ്പം ഞങ്ങൾ കഴിച്ച കുറച്ച് കുഴപ്പമൊന്നുമില്ല, നല്ല ഇതായിരുന്നു. പിന്നെ ഫ്രഷ്ലി ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതെ, പറഞ്ഞ അപ്പള ഉണ്ടാക്കുള്ളൂ. അത് കാരണം ഒരു 30 to 45 മിനിറ്റ്സ് ലേറ്റ് ആവും. ഇവിടെ തിരക്ക് ഇന്ന് ഇപ്പൊ ഇല്ല, ഞങ്ങള് ജസ്റ്റ് ഓണത്തിന്റെ കാരണം ആണ്. പക്ഷെ എന്നിട്ടും നമുക്ക് 30 to 45 മിനിറ്റ്സ് നമുക്ക് ടൈം എടുത്തു. കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, എല്ലാം ഫ്രഷ്ലി പ്രിപ്പയർ ആണ്. എപ്പോഴും പറയണം അപ്പോഴും മാത്രമേ ഉണ്ടാക്കുള്ളൂ. കൂടുതലും ഓൺലൈനിൽ പോകുന്നുണ്ട്, സൊമാറ്റോ, സ്വിഗ്ഗി, ഇതിലൊക്കെ നമുക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. ടേസ്റ്റ് ഓഫ് പഞ്ചാബ് എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യാന്നുള്ളതാണ്. എനിക്ക് സജഷൻ നേരിട്ട് വന്നത് കഴിക്കുന്നതായിരിക്കുള്ളൂ, ചൂടോടെ കഴിക്കാനുണ്ട്. അതൊരു ഫ്രഷ്നെസ് നമുക്ക് നല്ല കൂടുതലും നമുക്ക് ഉണ്ടാവും. പിന്നെ വേറെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫുഡ് അത് നല്ലതാണ് ഇത് ഇതാണെന്ന് ഞാൻ പറയണില്ല, എനിക്ക് എല്ലാം ഒരേപോലെ ആയിട്ടാണ് തോന്നിയത്. കാരണം ഒന്നിനൊന്ന് മെച്ചമാണ് ഫുഡ്. അത് കാരണം എല്ലാം എനിക്ക് പിന്നെ കൂടുതൽ ഓപ്ഷൻസ് നമ്മൾ എടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് അറിയണം. നമ്മൾ കഴിച്ചത് നമുക്ക് 100% ഇഷ്ടമായിരുന്നു. പിന്നെ ഇനി നെക്സ്റ്റ് ടൈം ഒന്ന് വന്നിട്ട് വേറെ ട്രൈ ചെയ്യണം. അതെ, ഞാൻ ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണില്ല, ഞാൻ അടുത്ത ഡിഷ് ട്രൈ ചെയ്യാനായിട്ടാണ്. അപ്പൊ ഇത് നല്ലൊരു ഇതാണ്, നല്ലൊരു കോമ്പിനേഷൻ ആണ് കഴിച്ചത്. നല്ല ടേസ്റ്റി ആണ്, ഹെൽത്തി ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എരിവ് അങ്ങനെ ഇല്ല, ഓയിൽ ഇല്ല. പ്രിപ്പയർ ചെയ്യുന്ന മസാലസും കാര്യങ്ങളാണ്. അത് ഞാൻ പ്രത്യേകം ചോദിച്ചു. ജസ്റ്റ് എല്ലാ മസാലയും ഇവര് തന്നെ പ്രിപ്പയർ ചെയ്യണതാണ്. പിന്നെ ആകെയുള്ളത് എന്താണ്, ചില്ലി പൗഡേഴ്സും ഇത് മാത്രമേ പുറത്തുനിന്ന് വാങ്ങിക്കുന്നുള്ളൂ. ബട്ട് അതും ഇവര് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് വേണ്ടി പോകുന്നതാണ് പറഞ്ഞത്. സോ ഓവറോൾ നല്ല ഫുഡാണ്, നല്ല ടേസ്റ്റി ആണ്, നല്ലോണം റെക്കമെൻഡ് ചെയ്യണ ഒരു റെസ്റ്റോറന്റ് ആണ്. എനിക്ക് തോന്നുന്നു ഈ പഞ്ചാബി ഫുഡ് കഴിക്കണമെങ്കിലേ ഫസ്റ്റ് കഴിക്കണമെങ്കിൽ നേരെ ഇവിടെ വന്ന് കഴിച്ചിട്ട് ബാക്കി റെസ്റ്റോറന്റ് ട്രൈ ചെയ്യാൻ. ഇപ്പം കിരുവിനെ പോലുള്ളവർക്ക്
ആക്ച്വലി നോർത്ത് ഇന്ത്യൻ എനിക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡ് ഇഷ്ടമല്ല ആക്ച്വലി. ബട്ട് ഇവിടെ വന്നപ്പോ എനിക്ക് ഒരു ഫേവറേറ്റ് ആയി. അപ്പൊ ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് കഴിക്കും. നോക്കിക്കോ, അടുത്ത വീഡിയോയും ഏകദേശം ഇവിടെ നിന്നൊക്കെ തന്നെയായിരിക്കും. അടുപ്പിച്ചല്ല, ഞാൻ 2 പ്രാവശ്യം കഴിഞ്ഞ് 2-3 ആഴ്ച കഴിഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തിലാണെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കും. 100% പക്ക. ഭയങ്കര ടേസ്റ്റി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിന്റെ ടൈമിങ് വന്നിട്ട് ഉച്ചക്ക് 12 to 10:30 വരെ ഉണ്ട്. കണ്ടിന്യൂസ് ആണ്, സ്റ്റോപ്പ് ഒന്നുമില്ല. ആക്ച്വലി മോർണിംഗിൽ ഉണ്ടായിരുന്നതാണ്, ബട്ട് പിന്നെ അത് സ്റ്റോപ്പ് ചെയ്ത് 12 o'clock ആക്കിയതാണ്. സോ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മൾ തേവര ജംഗ്ഷനിൽ വരില്ലേ, സ്ട്രൈറ്റ് അവേ ടു ഫോർട്ട് കൊച്ചി പോലുള്ള ജംഗ്ഷൻ. ആ ജംഗ്ഷനിൽ നിന്ന് നമ്മള് തേവര ഫെറിയിലേക്ക് പോണ വഴി അത് തന്നെ ലെഫ്റ്റ് എടുക്കുക. വരുമ്പോ ഒരു ബ്രിഡ്ജ് കാണും. ആ ബ്രിഡ്ജ് കഴിഞ്ഞ് അപ്പൊ തന്നെ റൈറ്റ് സൈഡിലേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്, റൈറ്റിലേക്ക് അറിയാം. ഇവിടെ കാർ പാർക്കിംഗ്സും ഉണ്ട്. നമ്മൾ കയറുമ്പോൾ കാർ പാർക്കിംഗ് ഇല്ല, നത്തിങ്. നല്ല കാർ പാർക്കിംഗ് ഉണ്ട്. അതുകൊണ്ട് കാർ പാർക്കിംഗ് ഓർത്ത് ആരും വിഷമിക്കണ്ട. ഇവിടെ നല്ല സ്പേഷ്യസ് ആണ് കാർ പാർക്ക് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഉച്ചക്കായാലും ലഞ്ച് ആയാലും ഡിന്നർ കഴിക്കാനും നേരെ ഇവിടെ വന്നാൽ മതി. അടിപൊളിയാ. ഫുഡ് വയറ് നിറച്ച് കഴിക്കാം. അത്ര കോസ്റ്റ്ലി അല്ല നമുക്ക് ഫുഡിന് കേട്ടോ. നമുക്ക് ഞാനോട് വലിയ ഭയങ്കര കോസ്റ്റ്ലി ആണെന്ന് ഓർത്ത്. കോസ്റ്റിനനുസരിച്ചുള്ള ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും ഹെവി ആയിട്ടാണ് നമുക്ക് ഫുഡ് ഉള്ളത്. ഞാൻ കണ്ടല്ലോ, നമ്മൾ പാഴ്സൽ അടിക്കേണ്ടി വന്നു, കാരണം അത്രക്കും ഹെവി ആയിട്ടാണ് കിട്ടിയത്. കഴിക്കുന്നവർക്കൊക്കെ അല്ലെങ്കിൽ നടക്കില്ല. ബിക്കോസ് ഞങ്ങള് എക്സ്ട്രാ ഓർഡർ ചെയ്ത് നമുക്ക് അറിയത്തില്ലല്ലോ. ഞങ്ങൾ ശരിക്കും 1-2 ഡിഷേ ഓർഡർ ചെയ്യുള്ളൂ. പക്ഷെ ഇത് ഒരെണ്ണം എക്സ്ട്രാ ആയപ്പോഴത്തേക്ക് നമുക്ക് ഫുള്ളായി സത്യം. അതുകൊണ്ട് എല്ലാം അങ്ങനെ തന്നെ പാർസൽ കൊടുത്തു. സോ അപ്പൊ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you next video. Bye. Bye.